ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാന്ന് വിചാരിച്ചു. നമ്മളൊരു എഡിൻബ്ര ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വീക്കെൻഡ് ആണ്. ഇന്ന് വെള്ളിയാഴ്ച. ഞങ്ങൾ ശനി ഞായർ എഡിൻബ്രയിൽ സ്പെൻഡ് ചെയ്യാനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഇപ്പൊ ഇവിടെ ടൈം 1 o'clock ആയി. ഒരു 4-5 മണിക്കൂർ എടുക്കും ഞങ്ങൾ എഡിൻബ്ര എത്താൻ വേണ്ടിയിട്ട്. So stay tuned to see my എഡിൻബ്ര വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ എഡിൻബ്രയിലോട്ട് പോകുന്നത് സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റിൽ നിന്നാണ്. സ്റ്റോക്ക്-ഓൺ-ട്രെൻറ്റിൽ നിന്ന് എഡിൻബ്രയിലേക്ക് 4.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 253 മൈൽസ് ഉണ്ട്. അപ്പോൾ 253 മൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ ഒരു 407 കിലോമീറ്റർ. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വയനാട് വരെയൊക്കെ ഒരു ഓടിച്ചെത്താനുള്ള ടൈം ഞങ്ങൾക്ക് എഡിൻബ്ര വരെ പോകാനുണ്ട്. പക്ഷെ നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. റോഡ് നല്ല കാണാൻ ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 3.5 മണിക്കൂറായിട്ട് ജോസ് ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. ചെറിയൊരു വാഷ്റൂം ബ്രേക്കും, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം, ഒരു ചായ കുടിക്കണം, പിന്നെ കാറിൻ്റെ എല്ലാം നോക്കണം, എല്ലാം ഓക്കെ അല്ലേന്ന്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂറും കൂടി ഉണ്ട് നമുക്ക് എഡിൻബ്ര എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി കയറി. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഡിൻബ്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവും ഞങ്ങൾക്ക് സൺലൈറ്റ് കിട്ടുന്നില്ല. മിക്കവും ഞങ്ങൾക്ക് എന്താ പറയുക, സൺസെറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ റോഡ് നോക്കിയാൽ അറിയാം. ആദ്യത്തെ ഒരു വെളിച്ചെല്ലാം കുറഞ്ഞു, കുറച്ച് ഇരുണ്ട് തുടങ്ങി. റോഡിലധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കാറിൽ നല്ല മ്യൂസിക് എല്ലാം വെച്ച് ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോകുന്ന ഫീലിംഗിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. യൂറോപ്പിലെ ടോപ്പ് 5 സീനിക് റെയിൽസിൽ ടോപ്പ് 3 ഉള്ളത് സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും നമുക്കൊരു സീനിക് റെയിലുള്ള റൂട്ട് വഴി പോവാമെന്ന്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ A701 എന്ന് പറഞ്ഞ റോഡ് സീനിക് റെയിലുള്ള റോഡാണ്. അപ്പോൾ ഞങ്ങൾ ആ റോഡ് വഴിയാണ് ഇനി പോകുന്നത്. എൻ്റെ ബാക്കിലെ സീനറി നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് സീനിക് ട്രെയിലാണ്. പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ ഇത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര ഭംഗിയാണ്. തണുത്ത് വരച്ച് സീനിക് റെയിലെല്ലാം കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ കയറി. ഇനി ഞങ്ങൾ ഈ വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവാണ് ഹോട്ടലെത്തുന്നത് വരെ. നമ്മൾ ഫൈനലി ഇവിടെ എഡിൻബ്രയിൽ എത്തി. അപ്പോൾ ഏകദേശം 8 മണിയായി. നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് 2 മണിക്ക് തിരിച്ചതാണ്. എല്ലാവരും ടയേർഡാണ്. അഞ്ജലി ഭയങ്കര ടയേർഡാണ്, ജോസി ടയേർഡാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അപ്പോൾ ഹോട്ടലിൽ പോവാ, നമ്മൾ ചെക്ക് ഇൻ ചെയ്യുക,
ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഡിന്നർ നോക്കുക. ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. ബാക്കി എല്ലാ എക്സ്പ്ലോറും മിക്കവാറും നാളെയും മറ്റന്നാളും ആയിരിക്കും. ഞങ്ങൾ ഫുള്ളി ഒരു ഐറ്റിനൊക്കെയാണ് വന്നിരിക്കുന്നത്. നാളെ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പം നമ്മൾ ഇന്നത്തെ ഡേ 1 ആണ്. ഇന്നലെ രാത്രി വളരെ ലേറ്റായിട്ട് ഞങ്ങളൊന്ന് ചെക്ക് ഇൻ ചെയ്ത്, അതുകൊണ്ട് എനിക്ക് വ്യൂ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇത് കാണാൻ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ വ്യൂ. ഇത് സീ സൈഡ് ആയിട്ടുള്ള ഹോട്ടലാണ്. കറക്റ്റ് കോസ്റ്റ് ലൈനാണ്. ഇന്നത്തെ വേണമെങ്കിൽ വെതർ വളരെ നല്ലതാണ്. നല്ല സൺറൈസ് ആയിരുന്നു രാവിലെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറിയിട്ട് മൊത്തം എഡിൻബ്ര എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബസ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്കോട്ട്ലാൻഡിൽ പാർക്കിംഗ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് ഹോട്ടലിലെ റിസപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, അതിനുശേഷം നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിൽ കാണാം. പോക്കോണൊപ്പം ഫസ്റ്റ് ട്രിപ്പെല്ലാം വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കാറ് തന്നെ എടുത്ത് എഡിൻബ്ര എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ എഡിൻബ്രയുടെ ഓൾഡ് സിറ്റിയും വൈകുന്നേരം ഞങ്ങൾ എഡിൻബ്രയുടെ ന്യൂ സിറ്റിയും കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എഡിൻബ്ര വലിയ ഒരു ക്യാപിറ്റൽ സിറ്റിയാണ്. ഇപ്പോൾ സ്കോട്ട്ലാൻഡിലെ ക്യാപിറ്റലാണ് എഡിൻബ്ര. ഒരുപാട് ഭംഗിയുള്ള ബിൽഡിങ്, ഭംഗിയുള്ള വീടുകൾ, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഏരിയാസ്, നല്ല ആൾക്കാർ. എനിക്ക് വലിയ ഇഷ്ടമായി സിറ്റി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ രാവിലെ നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ പോകാൻ പോകുന്ന അട്രാക്ഷൻ അടുത്ത് എവിടെയെങ്കിലും കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു വാക്കിംഗ് ടൂർ പോലെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഐഡിയയിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ റോഡ് കണ്ടാൽ തന്നെ അറിയാം എന്ത് ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ്. അവരുടെ ഒരു പ്രത്യേക ഒരു ഏൻഷ്യൻ വൈബും ആ ഒരു യൂറോപ്യൻ എന്താ പറയുക പ്രത്യേക രീതിയിലുള്ള ചെറിയ ചെറിയ സ്ട്രീറ്റ്സും എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മളിതാ എഡിൻബ്രയുടെ കാസ്റ്റിലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്തു. ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാസ്റ്റിൽ കാണാം. അതാണ് കാസ്റ്റിൽ. അപ്പോൾ നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ പാർക്കിംഗ് ഇതാ ഇവിടെ നിന്ന് നടക്കുക. അപ്പോൾ നമ്മളൊരു കാസ്റ്റിലൊരു ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാസ്റ്റിനുള്ളൊക്കെ കാണിക്കാം കേട്ടോ. ഫോളോ. നമുക്ക് കാസ്റ്റിലോട്ട് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ജോസ് അഞ്ജലിയൊക്കെ സ്റ്റെപ്പ് കയറുന്നുണ്ട്. ബാക്കിലാണ്. സാറ്റർഡേ ആണ്. സമയം ഒരു 10:30 എന്തൊരു തിരക്കാണെന്നറിയോ. സൺ നമ്മളെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം സിറ്റി ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് എഡിൻബ്ര കാസ്റ്റിലിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. നമുക്ക് ടിക്കറ്റിന് 15 വേണ്ട വന്നിരിക്കുന്നത്. നമ്മൾ ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 3 പേർക്കും. ഇനിയിപ്പോൾ എൻട്രൻസിൽ പോവാം, ടിക്കറ്റ് കാണിക്കുക, ഉള്ളിൽ കയറാം. അപ്പം നമ്മൾ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ എഡിൻബ്ര കാസ്റ്റിലിൻ്റെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അഞ്ജലിയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അഞ്ജലി ഒരു ഹായ് പറയ്. കൊട്ടാരത്തിൻ്റെ മെയിൻ വാതിലിലൂടെ ഞങ്ങൾ ഉള്ളോട്ട് നടക്കുകയാണ്. വെസ്റ്റേൺ യൂറോപ്പിൽ തന്നെ ഒരുപാട് ചരിത്രപ്രധാനമുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റാണ് ഈ എഡിൻബ്ര കൊട്ടാരം. 12ാമത്തെ സെഞ്ച്വറിയിലാണ് ഈ കൊട്ടാരം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു വോൾക്കാനിക് റോക്കിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണാൻ ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് വലിപ്പമുള്ള ഒരു കൊട്ടാരമാണ്. പുറത്തുനിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു ഭയങ്കര ഒരു ആഢ്യതയുള്ള ഒരു കൊട്ടാരം. ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ഭിത്തികൾ തന്നെ നമുക്ക് ഒരുപാട് വർഷങ്ങളുടെ കഥ പറയുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ കാണുന്നത് ഓൾഡ് ഗാർഡ് ഹൗസ് ആയിരുന്നു. ഞങ്ങൾ ഈ ഹൗസസിനെ എല്ലാം പാസ് ചെയ്ത് കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗത്തോട്ട് നടക്കുകയാണ്. ഒരുപാട് കഥ പറയാനുള്ള കൊട്ടാരമായതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രൻസിൽ നിന്ന് തന്നെ ഒരു ഓഡിയോ ഗൈഡോ അല്ലെങ്കിൽ ഒരു ഗൈഡ് ബുക്കോ വാങ്ങിയിട്ട് കൊട്ടാരം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് നടക്കാം. ഒരുപാട് മൈൽ സ്റ്റോൺസ് പല പല ഏരിയയിലും കൊട്ടാരത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന ടൂറിസ്റ്റ് എല്ലാ ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാണാം. സ്കോട്ടിഷ് രാജകുടുംബം ഈ കൊട്ടാരത്തിലൊരു 15ാമത്തെ സെഞ്ച്വറി വരെ താമസിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഈ കൊട്ടാരം അവർ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് മിലിറ്ററി പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് യുദ്ധങ്ങളും ഒരുപാട് കോൺഫ്ലിക്ട്സും കണ്ടു മറന്ന കൊട്ടാരം കൂടിയാണ് നമ്മുടെ എഡിൻബ്ര കൊട്ടാരം. ആ കൊട്ടാര ഭിത്തികൾക്കും കൊട്ടാരത്തിലെ ഓരോരോ തൂണിനും തുരുമ്പിനും ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഈ കഥകളെല്ലാം കേട്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് കവാടത്തിൻ്റെ വാതിലിലോട്ട് നടക്കുകയാണ്. കൊട്ടാരത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്നവരും എൻ്റെ മനസ്സിനൊരു കൗതുകം തോന്നി. 12ാം നൂറ്റാണ്ടിലെ ഒരു നിർമ്മിതി എത്ര ഭംഗിയായിട്ടാണ് ഈ രാജ്യം സംരക്ഷിച്ചിരിക്കുന്നത്, അത് എത്ര മനോഹരമായിട്ടാണ് അവർ ടൂറിസ്റ്റ് മുൻപിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അതെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. ഇനി ഇവിടുന്ന് ഞാൻ പോകുന്നത് ചെറിയൊരു ചാപ്പൽ കാണാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഡോറുകളോട് കൂടിയ ഒരു ചാപ്പൽ, ചെറിയ എൻട്രൻസ് ആയിരുന്നു. കൊച്ചു കൊച്ചു ഭിത്തികളും കൊച്ചു കൊച്ചു വിൻഡോസും ഉള്ളൊരു ചാപ്പലിൻ്റെ ഉള്ളിലോട്ട് ഞാൻ തല താഴ്ത്തിക്കൊണ്ട് തന്നെ കയറി. ഇവിടുന്ന് ഞാൻ കണ്ടത് ചെറിയൊരു അൽത്താറാണ്. കൊച്ചു അൽത്താർ, ഒരുപാട് പേർക്കൊന്നും വേണ്ടി ചെയ്ത ചാപ്പലായിരിക്കില്ല, രാജകുടുംബത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരുന്നിരിക്കാം. ചാപ്പൽ കണ്ട് ഞാൻ പിന്നെയും തിരിച്ച് നടന്നു. നടന്ന് ഇനി രാജകുടുംബത്തിൻ്റെ ഹിസ്റ്ററീസ് ഉറങ്ങുന്ന ഒരു റൂമിലോട്ടാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് സ്കോട്ട്ലൻഡിലെ രാജകുടുംബത്തിലെ ഉത്തരാധികാരികളെക്കുറിച്ചും അവരുടെ പല പല തലമുറകളെക്കുറിച്ചുമുള്ള ഇൻഫർമേഷൻസാണ് കിട്ടിയത്. ക്യൂൻ ഓഫ് സ്കോട്ട്ലൻഡ് ദ മേരി സ്കൾപ്ചർ ഇവിടെ കാണാനിടയായി. കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ള ഒരു ക്യൂവിൻ്റെ കഥ കൂടിയായിരുന്നു മേരിയുടേത്. ഒരു ഡിസംബർ 8-ാം തീയതി ജനിച്ച് ഒരു ഫെബ്രുവരി 8-ാം തീയതി മരണപ്പെട്ട ഒരു രാജ്ഞി. ആകെ 45 വർഷം മാത്രം ഒരു രാജ്യം ഭരിച്ചിട്ടും ആ രാജ്യത്തിന് ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ് സമ്മാനിച്ച ഒരു രാജ്ഞിയായിരുന്നു ക്യൂൻ മേരി. അങ്ങനെ ക്യൂൻ മേരിയുടെ ഹിസ്റ്ററി വായിച്ചുകൊണ്ട് ക്യൂൻ മേരിയുടെ തലമുറകളെ കണ്ടുകൊണ്ടും ഞങ്ങൾ മുന്നോട്ട് നടന്നു. പ്രൗഢഗാംഭീര്യമുള്ള ഒരു മുറിയിലോട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കയറിയത്. കാണാൻ ഒരുപാട് കൊത്തുപണികളുള്ള ഭംഗിയിൽ അലങ്കരിച്ചിട്ടുള്ള ഒരു ചെറിയ മുറി. അതിൽ ഞങ്ങൾ സ്കോട്ടിഷ് രാജമുദ്ര ഒരു മാർബിൾ കൊത്തിയെടുത്ത് കണ്ടു. ഒരുപാട് യുദ്ധങ്ങൾ കണ്ടതും ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുമുള്ള ഒരു രാജ്യമായത് കൊണ്ട് തന്നെ നമ്മുടെ സ്കോട്ട്ലൻഡ് കൊട്ടാരത്തിൽ യുദ്ധങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു മുറിയുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
പോകുന്നതിനിടയിൽ തന്നെ ഭിത്തികളിൽ ഞങ്ങൾ ഒരുപാട് യുദ്ധകഥകൾ വായിക്കാനിടയായി. കേൾക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാണാനുള്ള ഒരു ആകാംക്ഷയും കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. കൊട്ടാരത്തിലെ സോൾജേഴ്സ് ഏതെല്ലാം യുദ്ധത്തിനാണ് പോയിരുന്നത്, അവരെന്തെല്ലാം സമ്മാനങ്ങളാണ് നേടിയിരുന്നത്, ഏതെല്ലാം യുദ്ധത്തിൽ അവർ വിജയിച്ചു എന്ന് തുടങ്ങിയ ഒരുപാട് ഇൻഫർമേഷൻസ് ഈ റൂമിൻ്റെ പല പല ഭിത്തികളിലും അവർ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വായിക്കാൻ കുറച്ച് കൗതുകം തോന്നിയിരുന്നെങ്കിലും അതിൽ പല പല എക്സ്പീരിയൻസും മനസ്സിന് ചെറിയൊരു വിഷമം തന്ന എക്സ്പീരിയൻസസ് ആയിരുന്നു. യുദ്ധങ്ങളെക്കുറിച്ച് വായിക്കുന്നത് എപ്പോഴും മനസ്സിന് സന്തോഷം തരുന്ന ഒരു വികാരമല്ലല്ലോ. അപ്പോൾ കുറച്ച് സങ്കടം നിറഞ്ഞ എക്സ്പീരിയൻസ് വായിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെയും ആ റൂം എക്സ്പ്ലോർ ചെയ്തു. ഏകദേശം ഒരു 2 മണിക്കൂർ ഞങ്ങൾ കൊട്ടാരത്തിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. കൊട്ടാരത്തിലെ പല പല ചരിത്രപ്രധാനമുള്ള മുറികളിലും പോയി പല പല അനുഭവങ്ങളും നേടിയെടുത്ത് പല പല പുതിയ കാര്യങ്ങളും കൊട്ടാരത്തിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് അവസാനം സ്കോട്ട്ലൻഡ് നല്ലൊരു വ്യൂവും മനസ്സിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൊട്ടാരം ടൂറ് അവസാനിപ്പിച്ച് പുറത്തോട്ട് നടക്കുകയാണ്. ഇനി ബാക്കി ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ പുറത്തുള്ള സ്ട്രീറ്റുകളും പുറത്തുള്ള വിശേഷങ്ങളുമായിരിക്കും കാണുക. കൊട്ടാര വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങളങ്ങനെ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. ഒരുപാട് സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് പെർഫോം ചെയ്യുന്ന കാണാൻ നല്ല കൗതുകമുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഫോട്ടോസ് എടുക്കുന്ന ഒരു സ്ട്രീറ്റായിരുന്നു റോയൽ മിലെ. നമ്മുടെ ഹാരി പോട്ടർ മൂവീസ് അധികം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ റോയൽ മിലയിലാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപ്രധാനമുള്ള ഒരുപാട് ഐക്കോണിക് ബിൽഡിങ്സും ആർക്കിടെക്ചറും ഈ സ്ട്രീറ്റിലുടനീളം കാണാൻ കഴിഞ്ഞു. നല്ല സമ്മറുള്ളൊരു ദിവസമായതുകൊണ്ട് ടൂറിസ്റ്റുകളെല്ലാം വളരെ ഹാപ്പിയായി ഐസ്ക്രീം എല്ലാം കഴിച്ച് മുന്നോട്ട് നടക്കുന്നത് കണ്ടും എക്സ്പ്ലോർ ചെയ്തും ഞങ്ങളും അവരുടെ കൂടെ മുന്നോട്ട് നടന്നു.
ഈ സ്ട്രീറ്റിൽ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്തിരുന്ന കുറച്ച് സ്ട്രീറ്റ് ആർട്സ് എല്ലാം കണ്ടുകൊണ്ടും അവരുടെ കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ടും ഒക്കെ ഞങ്ങളും അവരുടെ കൂടെ മുന്നോട്ട് നടന്നു. ഞങ്ങളുടെ വലതുഭാഗത്തായിട്ട് സ്കോട്ടിഷിൻ്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഇട്ട കുറേ പേര് സ്ട്രീറ്റ് ആർട്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്നത് കൗതുകത്തോടെ ഞങ്ങൾ നോക്കി നിന്നു. ഷോപ്പിങ്ങിനെല്ലാം പറ്റിയ ഒരു ഹൈ സ്ട്രീറ്റ് ആയിരുന്നു ഈ സെൻറ്റ് മിലേസ് സ്ട്രീറ്റ്. ഞങ്ങൾ കുറച്ച് കടകളിലെല്ലാം കയറി ഇറങ്ങി കുറച്ച് ചെറിയ സുവനീർ ഷോപ്പിംഗ് എല്ലാം ചെയ്തു. ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നു നിന്നത് സെൻറ്റ് ഗിൽ ചർച്ചിൻ്റെ മുന്നിലായിരുന്നു. അതിമനോഹരമായ ഒരു കത്തീഡ്രലായിരുന്നു സെൻറ്റ് ഗിൽ കത്തീഡ്രൽ. 1124 കിങ് ഡേവിഡ് ഫസ്റ്റ് ആയിരുന്നു ഈ കത്തീഡ്രൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്തത്. ഒരുപാട് ചരിത്രപ്രധാനമുള്ള നിമിഷങ്ങളും യുദ്ധങ്ങളും കണ്ടിട്ടുള്ള ഒരു കത്തീഡ്രൽ കൂടിയാണ് സെൻറ്റ് ഗിൽ കത്തീഡ്രൽ. ആദ്യം സ്കോട്ട്ലാൻഡും ഇംഗ്ലണ്ടുമായി വാർ നടന്ന സമയത്ത് ഈ ചർച്ചിനെ ആഞ്ചലിക്കൻ ചർച്ചാക്കി മാറ്റാൻ വേണ്ടി ഇംഗ്ലണ്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അറിയപ്പെടുന്നത് ചർച്ച് ഓഫ് സ്കോട്ട്ലാൻഡ് അല്ലെങ്കിൽ കത്തീഡ്രൽ ഓഫ് സ്കോട്ട്ലാൻഡ് എന്നാണ്. എല്ലാ സൺഡേയും സെൻറ്റ് ഗിൽ ചർച്ചിൽ ഹോളി മാസും കൊയർ സർവീസസും ഉണ്ടായിരിക്കുന്നതാണ്. ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരുപാട് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സും ചർച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1000+ ഇയേഴ്സ് ഓഫ് ഹിസ്റ്ററി ഉള്ള സെൻറ്റ് ഗിൽ ചർച്ച് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് സ്ട്രീറ്റിലോട്ട് ഇറങ്ങി. ഒരുപാട് കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഞങ്ങളെ പ്രതീക്ഷിച്ച് സ്ട്രീറ്റിലുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സമരങ്ങളും ഹർത്താലുകളും ജാഥകളും എല്ലാം കണ്ടിട്ടുള്ള ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്കോട്ടിഷ് ആൾക്കാർ നടത്തുന്ന ഒരു സമരം കാണാനിടയായത്. വളരെ ലിബറൽ ആയിട്ടുള്ള വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമരം എന്ന് വേണമെങ്കിൽ പറയാം. ടൂറിസ്റ്റിനോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ സമരം ചെയ്യുന്ന എല്ലാവരും ഒരു ഗ്രൂപ്പായി അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് അവർ ജാഥ വിളിച്ച് മുന്നോട്ട് നടന്നു. വളരെ കാണാൻ രസമുള്ള ഒരു കൗതുകം തോന്നുന്ന ഒരു സമരമായി എനിക്കതിനെ തോന്നി. ഈവൻ അവർ ഡോഗ്സിനെ പോലും ഈ സമരത്തിനനുസരിച്ച് ഡ്രസ്സ് എല്ലാം ചെയ്യിപ്പിച്ച് മുന്നോട്ട് നടക്കുമായിരുന്നു.
ഈ സമരക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പോലീസും അവരുടെ ബാക്കിലായിട്ട് ആംബുലൻസ് സർവീസസും ഈ സമരത്തിന് പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. ഇത് കൗതുകത്തോട് നോക്കിക്കൊണ്ട് ഞങ്ങളും ഈ സ്ട്രീറ്റിൽ പാട്ടും എല്ലാം കേട്ട് കൈയടിച്ച് അപ്പം നമ്മൾ രാവിലത്തെ എഡിൻബ്ര കാസ്റ്റിലും സ്ട്രീറ്റും എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ അനിയത്തിത പഞ്ചലി ചെക്ക് ഇൻ പ്രോസസ് എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ റൂമിലേക്ക് പോവാം, എല്ലാ ലഗേജുകളും അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ പോവും, ലഞ്ച് കഴിക്കും, പിന്നെ ബാക്കി സിറ്റി എക്സ്പ്ലോർ ആണ് പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എഡിൻബ്ര കാണാൻ ഭയങ്കര ഭംഗിയാണ്. UK പോലെയല്ല, വേറൊരു വൈബാണ് എഡിൻബ്രയ്ക്ക്. പിന്നെ ഇന്ന് നല്ല സൺലൈറ്റുള്ള ദിവസമായതുകൊണ്ട് ഭയങ്കര ടൂറിസ്റ്റാണ്. മിക്ക ഹോട്ടൽസും ഫുള്ളി റിസർവ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഹോട്ടലിൽ ചേഞ്ച് ചെയ്ത് കളിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ റോക്ക് വില്ലി ഹോട്ടലിലായിരുന്നു, ഇന്ന് ഞങ്ങൾ ഇബിസിലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ഹോട്ടലിലെല്ലാം ചെക്ക് ഇൻ ചെയ്ത് ലഗേജ് എല്ലാം റൂമിലിട്ട് മെല്ലെ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങളൊരു വൈകുന്നേരത്തെ ഈവനിങ് വാക്കിംഗ് ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ എഡിൻബ്ര ഏരിയയിലോട്ട് പ്രിൻസസ് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വാക്കിംഗ് ടൂർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാർ എടുത്തില്ല. കാർ ഞങ്ങൾ ഇബിസിൻ്റെ പാർക്കിങ്ങിൽ തന്നെ വിട്ടു. ട്രാം ഇവിടെ വലിയ എളുപ്പമായിരുന്നു. ഞങ്ങളുടെ ഹോട്ടലിന് തൊട്ടപ്പുറത്ത് ട്രാം സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ട്രാം ടിക്കറ്റിന് വേണ്ടിയിട്ട് 4.5 പൗണ്ടാണ് വന്നത്. ടിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ട്രാം സ്റ്റേഷനിൽ തന്നെ എടുക്കാം. അല്ല, സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് ട്രാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ടിക്കറ്റ് നോക്കാൻ വരുന്ന ഇൻസ്ട്രക്ടർ വഴി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. വളരെ എളുപ്പമായി ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ മെല്ലെ ട്രാമിൽ കയറിയിരുന്നു. ഇവിടുന്ന് ഞങ്ങൾക്ക് പോകേണ്ട പ്രിൻസസ് സ്ട്രീറ്റിലോട്ട് 4 സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ പോണ വഴിയിൽ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രിൻസസ് സ്ട്രീറ്റിനെ നോക്കിക്കൊണ്ട് നേരെ പോയി. ഇതിനു മുന്നും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും മെട്രോയിലും ട്രാമിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും
എഡിൻബ്രയിലെ ഈ ചെറിയ ട്രാം യാത്ര ഞങ്ങൾക്ക് തികച്ചും ഒരു കൗതുകമുള്ള യാത്രയായി തോന്നി. അധികം ആരും ട്രാമിലുണ്ടായിരുന്നില്ല, ഒരുപാട് ക്രൗഡഡ് ആയിരുന്നില്ല. ഞങ്ങൾ ഈ ട്രാവൽ ചെയ്യുന്നത് ഒരു വീക്കെൻഡിലാണ്, ഒരു സാറ്റർഡേ ഈവനിങ്ങിലാണ്. എങ്കിൽ പോലും അധികം ആൾക്കാരെ ഒന്നും റോട്ടിലോ അല്ലെങ്കിൽ ട്രാമിലോ കണ്ടില്ല. നോർമലി ഞങ്ങൾ ദുബായ് മെട്രോയിലോ ട്രാമിലോ ഒക്കെ പോകുമ്പോൾ ഒരുപാട് ക്രൗഡഡ് ആയിരിക്കാറുണ്ട്, എസ്പെഷ്യലി വീക്കെൻഡ്സ്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസും കണ്ടില്ല. അതുകൂടാതെ വളരെ കൗതുകം തോന്നിയത് ഒരുപാട് ഹൈ റൈസിങ് ബിൽഡിങ്സോ വലിയ വലിയ ബിൽഡിങ്സോ ഒന്നും ഈ ട്രാം സ്റ്റേഷൻ കടന്നു പോകുന്ന വഴികളിൽ ഞങ്ങൾ കണ്ടില്ല. ഒന്നോ രണ്ടോ ചെറിയ ബിൽഡിങ്സ്, ചെറിയൊരു സ്റ്റേഡിയം ഒക്കെയാണ് ഞങ്ങൾ ആകെ കണ്ടത്. അങ്ങനെ ആ യാത്രകളിലെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിൻസസ് സ്ട്രീറ്റിന് മുന്നോട്ട് യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷനെത്തി. സെൻട്രൽ എഡിൻബ്രയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഈ പ്രിൻസസ് സ്ട്രീറ്റ്. മെയിൻലി ഇതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് എക്സ്പീരിയൻസസ്, പബ്സ്, ബാർസ്, അതുപോലെ കുറേ ഡൈനിങ് എക്സ്പീരിയൻസ് എല്ലാമാണ് ഈ സ്ട്രീറ്റ് ഫേമസ് ആയിട്ടുള്ളത്. അതുകൂടാതെ ഞങ്ങൾക്ക് തോന്നിയ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഒരു ഓൾഡ് ആൻഡ് ന്യൂ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ആണ് പ്രിൻസസ് സ്ട്രീറ്റിനുള്ളത്. നമ്മൾ പ്രിൻസസ് സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വലതുഭാഗത്തായി നമുക്ക് ഓൾഡ് എഡിൻബ്രയുടെ കുറേ ചരിത്രപ്രധാനമുള്ള ബിൽഡിങ്ങുകളും അതിൻ്റെ സ്ട്രക്ചേഴ്സും ആർക്കിടെക്ചറൽ ബ്യൂട്ടി എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡിൽ ഓൾഡും ഒരു സൈഡിൽ ന്യൂവും എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ആ റോഡിലൂടെ നേരെ നടന്നു. സന്ധ്യ ആയപ്പോഴാണ് സ്കോട്ട്ലൻഡിൻ്റെ ശരിക്കുമുള്ളൊരു ഫീല് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയത്. വളരെ തിരക്ക് പിടിച്ച ഒരു സ്ട്രീറ്റായിരുന്നു പ്രിൻസസ് സ്ട്രീറ്റ്. ഞങ്ങളുടെ വലതുഭാഗത്ത് മൊത്തം പബ്സും ബാർസും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും ആയിരുന്നു. ആ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഫുള്ളായിട്ട് അധികം ആൾക്കാരും റെസ്റ്റോറൻറ്റ്സിൻ്റെ പുറത്ത് നിന്ന് വെയിറ്റിങ്ങിൽ ക്യൂ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളും ഏകദേശം ഒരു ഡൈനിങ്ങിന് പറ്റിയ ഒരു സ്ഥലം നോക്കുമായിരുന്നു. പക്ഷെ ആ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ എവിടെ പോകണമെന്ന് ഞങ്ങൾ കൺഫ്യൂഷനിൽ ആയി. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു കുറച്ചും കൂടെ മുന്നോട്ട് നടക്കാം. മുന്നിൽ നടന്നിട്ട് എന്തെങ്കിലും ഒരു ഡൈനറി എക്സ്പീരിയൻസ് കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്നാക്കാൻ നമ്മുടെ ഡിന്നറിന് ഞങ്ങൾ തീരുമാനിച്ചു. വീക്കെൻഡ് തിരക്കാം. പ്രിൻസസ് സ്ട്രീറ്റിലെ മെയിൻ ആയിട്ടുള്ള ഒരു സൺസെറ്റ് പോയിൻ്റാണ് ഈ കോൾട്ടൺ ഹില്ല്. പേര് പോലെ തന്നെ ഇതൊരു ഹില്ലിൻ്റെ മുകളിലാണ് ഈ എക്സ്പീരിയൻസ് ഉള്ളത്. പ്രിൻസസ് സ്ട്രീറ്റ് വഴി മൊത്തം നടന്ന് ഹില്ലിൻ്റെ മൊത്തം മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യാസമയത്തുള്ള നല്ല സൂര്യാസ്തമയം കാണാൻ പറ്റും. ആ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഞങ്ങളങ്ങനെ ആ ഹില്ല് മൊത്തം കയറി കോൾട്ടൺ ഹില്ലിലെത്തി. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് ഫാമിലീസും കുട്ടികളും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സൺസെറ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ പേര് അവിടെ പിക്നിക് ചെയ്യുന്നു, കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നു, കുറേ പേര് വെഡ്ഡിങ് ഷൂട്ട്സ് എടുക്കുന്നു. വളരെ ക്രൗഡഡ് ആയിട്ട് ഒരു എല്ലാ കൾച്ചേഴ്സിൻ്റെയും ഒരു സംഗമം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഞങ്ങളങ്ങനെ നേരെ നടന്ന് ആ കോൾട്ടൺ ഹില്ലിൻ്റെ സൺസെറ്റ് പോയിന്റിലോട്ട് നടന്നു, നല്ലൊരു സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട്.
ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ എഡിൻബ്രയുടെ ഓൾഡ് ടൗണും ന്യൂ ടൗണും എല്ലാം കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഒരുപാട് മല കയറി കോൾട്ടൺ ഹില്ലിലാണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര നല്ല വ്യൂ ആണ്. ഇവിടെ സൺസെറ്റ് സമയമാണ്. സൺസെറ്റ് കാണിക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മുടെ സ്കോട്ട്ലാൻഡിലെ 2 ദിവസത്തെ ചെറിയൊരു വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സ്കോട്ട്ലാൻഡ് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. എസ്പെഷ്യലി സമ്മേഴ്സിൻ്റെ ടൈമിൽ UK-യിലുള്ള ആൾക്കാരെല്ലാം സ്കോട്ട്ലാൻഡിലേക്ക് ട്രാവൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഹോട്ടൽസും കാറുകളും ബാക്കി ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ പോകുന്ന ടിക്കറ്റ്സും കാര്യങ്ങളെല്ലാം നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല പ്രൈസ് കിട്ടും. സമ്മേഴ്സിലാണ് എല്ലാ ടൂറിസ്റ്റും വരിക. അപ്പോൾ അതുകൊണ്ട് നോർമലി അല്ലെങ്കിൽ പ്രൈസ് കൂടുതലായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്യേണ്ട. ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തു. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് എക്സ്പെൻസസ് എടുക്കേണ്ട വന്നു. പക്ഷെ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുക. സമ്മേഴ്സ് സ്കോട്ട്ലൻഡിലും എഡിൻബ്രയിലൊക്കെ പോയി എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും